എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 49 വാക്യം. ലൂക്കോസ് 24:49. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം നമുക്ക് ദൈവം തമ്പുരാൻ തൻ്റെ കരുണയാൽ നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും വ്യത്യസ്തമായ അനുഭവങ്ങളാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിനും ജീവിതം നയിക്കുന്നതിനും സഹായിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നു. സ്നേഹത്തിൻ്റെ അഗ്നിയായും വെളിച്ചത്തിൻ്റെ അഗ്നിയായും വിശുദ്ധിയുടെ അഗ്നിയായും നമ്മോട് കൂടെയുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശക്തിയുടെ അഗ്നിയായി പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. ട്രെയിനിൻ്റെ എൻജിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഡീസൽ എൻജിനോ ഇലക്ട്രിസിറ്റി കൊണ്ട് ഓടുന്ന എൻജിനോ അല്ല. മുൻപുണ്ടായിരുന്നത് കൽക്കരി കൊണ്ട് ഓടുന്ന എൻജിനാണ്. മുൻവശത്തുള്ള എൻജിൻ നിറയെ കൽക്കരി കത്തി ജ്വലിപ്പിച്ചാണ് തീവണ്ടി പ്രവർത്തനക്ഷമമാക്കിയിരുന്നത്. തീ കൊണ്ട് ഓടുന്ന വണ്ടി എന്ന അർത്ഥത്തിലാണ് തീവണ്ടി എന്ന പേര് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തീ പ്രവർത്തിക്കുന്നത് തണുപ്പ് അകറ്റാനല്ല, വെളിച്ചം തരാനുമല്ല, ശുദ്ധീകരിച്ച് വെടിപ്പാക്കാനുമല്ല, പിന്നെയോ ശക്തി പ്രദാനം ചെയ്യാനാണ്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മിൽ ശക്തി പകരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പര്യായം തന്നെ ശക്തി എന്നാണ്. ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇന്ന് പലരോടും സംസാരിച്ചാൽ ഒരു പരാജയബോധമോ ഭീതിയോ ബാധിച്ച പോലെ തോന്നുന്നു. എത്ര ശ്രമിച്ചിട്ടും ഇതുപോലെയൊക്കെ പറ്റുന്നുള്ളൂ. പലതും വിട്ടുമാറാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് റോമ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. ഈ ഒരു മുറവിളി അനേകരുടെ നാവിൽ നിന്നുയരുന്നുണ്ട്. മറ്റൊരു കൂട്ടർ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മുൻപിൽ പ്രജ്ഞയറ്റവരായി നിസ്സഹായതാബോധത്തോടെ പകച്ചു നിൽക്കുന്നു. തൊട്ടാവാടികളായി ചിലരെ കാണാം. പെട്ടെന്ന് നിരാശ ബാധിച്ച് തളർന്നവരും തകർന്നവരുമായി പ്രത്യക്ഷപ്പെടുന്നു. ദുർബലമാനസരായി ജീവിതത്തെ നെടുവീർപ്പോടും ഭയാശങ്കയോടും നോക്കിക്കാണുന്നവരുണ്ട്. മറ്റു ചിലർ ശക്തി അറ്റവരായി ചില കടുങ്കൈകൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവർക്കെല്ലാം ആവശ്യം ശക്തിയുടെ ആത്മാവാണ്. നമ്മൾ ഈ തീവണ്ടിയുടെ യാത്ര ശ്രദ്ധിക്കുമ്പോൾ എത്ര ടൺ ഭാരം വഹിച്ചാണ് അത് നീങ്ങുന്നത്. ബോഗികൾ ഒന്നിന് പിന്നായി ഒന്നായി ദീർഘനീളത്തിൽ കൊളുത്തിയിട്ടിരിക്കുകയാണ്. എത്ര വലിയ ഭാരമാണ്. പക്ഷേ അവിടെ എഞ്ചിനകത്ത് കത്തി ജ്വലിക്കുന്ന അഗ്നി ആവശ്യത്തിന് വേണ്ട ഊർജം പകർന്ന് ഒരു കൂസലുമില്ലാതെ ചൂളം വിളിച്ച് കുതിച്ചോടുന്ന യാത്ര. ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് ഇതിനെ നമുക്ക് സാമ്യപ്പെടുത്താൻ സാധിക്കും. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മിൽ കത്തി ജ്വലിക്കുമ്പോൾ എത്ര വലിയ ഭാരമാണ് നമുക്ക് വഹിക്കേണ്ടതെങ്കിലും ആത്മവിശ്വാസത്തോടും ആത്മധൈര്യത്തോടും കൂടെ മുന്നേറാൻ നമുക്ക് കഴിയും.
പ്രലോഭനങ്ങളുടെയും വെല്ലുവിളികളുടെയും മുമ്പിൽ നമ്മൾ വീണുപോകയില്ല. പത്രോസ് അപ്പോസ്തലൻ്റെ അനുഭവം തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, കർത്താവിൻ്റെ വിസ്താര സമയത്ത് പുറത്ത് തീ കാഞ്ഞുകൊണ്ട് നിന്ന പത്രോസ് വേലക്കാരി പെൺകുട്ടിയുടെ മുൻപിൽ ഒന്നല്ല മറ്റു ആളുകളുടെ മുൻപിലും 3 വട്ടം സ്വന്തം ഗുരുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, പ്രാകുവാനും ആണയിടാനും തക്കവണ്ണം നിബദിച്ചു പോയതാണ്. എന്നാൽ പെന്തിക്കോസ്ത് നാളിന് ശേഷം പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഉള്ളിൽ കത്തി ജ്വലിച്ച ശേഷം എത്ര ധീരതയോടെയാണ് കർത്താവിനെ സാക്ഷിക്കുന്നത്. പുരോഹിത വർഗം, പിന്നെ അധികാരികൾ, അവരുടെയൊക്കെ മുൻപിൽ കർത്താവിനെ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറേയനായ യേശു. ഇങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കി പത്രോസ് പറയുന്നത്. അവർ പത്രോസിനെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യൻ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു എന്ന് ലൂക്കോസ് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 10-13 വാക്യങ്ങൾ. ഈ ധൈര്യവും ആത്മവീര്യവും എങ്ങനെയാണ് ലഭിച്ചത്? പരിശുദ്ധാത്മശക്തിയാലാണ്. അവരെപ്പറ്റി പൊതുജനത്തിൻ്റെ വിലയിരുത്തൽ ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്നതാണ്. അതുകൊണ്ട് പോരാട്ടങ്ങളും പ്രലോഭനങ്ങളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ശക്തി പകരുന്നു. പൗലോസിൻ്റെ സാക്ഷ്യം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ശക്തിയുടെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് പരാജയഭീതി വെടിഞ്ഞ് സുശക്തമായ അനുഭവത്തിൽ മുന്നേറാൻ കഴിയും. ഇന്ന് സഭയുടെ അനുഭവത്തിൽ സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വിശുദ്ധിയുടെയും ശക്തിയുടെയും ആത്മാവിനെ ഉദ്ദീപിപ്പിക്കുകയാണ് വേണ്ടത്. ഒരു ദേവാലയത്തിൻ്റെ പ്രാന്തത്തിൽ ഒരു നിരീശ്വരൻ താമസിച്ചിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. അയാൾ ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല. യാദൃച്ഛികമായി ആ പള്ളിക്കൊരു തീപിടുത്തമുണ്ടായി. ആളുകൾ ഓടിക്കൂടി തീ അണയ്ക്കാൻ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. തീ അണച്ചു കഴിഞ്ഞ് അവിടെ കൂടി നിന്നവർ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. അവരിൽ ഒരാൾ ഈ നിരീശ്വരവാദിയോട് ചോദിച്ചു, ഇത്രയും നാളായിട്ട് താങ്കളെ ഈ പള്ളിയിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയാളുടെ മറുപടി വേഗത്തിലുണ്ടായി, അപ്പോൾ ഇതിനു മുൻപ് ഈ പള്ളിക്ക് തീ പിടിച്ചിട്ടില്ലല്ലോ. ആ തീപിടുത്തം അയാളെ പള്ളിയിലേക്ക് ആകർഷിച്ചു വരുത്തി. ഇന്ന് സഭയാകുന്ന പള്ളിയിലേക്ക് അകന്ന് നിൽക്കുന്നവരും മാറിപ്പോകുന്നവരും കടന്നു വരാൻ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കത്തി ജ്വലിക്കണം. അതിനായി നമുക്ക് ഒരു പുതിയ മുന്നേറ്റം, ഒരു പ്രാർത്ഥനാ മുന്നേറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മിക്ക സഭകളിലും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് കണ്ടുവരുന്നു. നമ്മുടെ കുടുംബജീവിതത്തിലും ഇത് അനിവാര്യമാണ്. വ്യക്തിപരമായ ജീവിതത്തിലും നമുക്കിത് അനിവാര്യമാണ്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി, ആ ഒരു ശക്തി പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് കർത്താവ് ശിഷ്യരോട് പറഞ്ഞത് വളരെ സംഗതമാണ്. ആ ഒരു ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പെന്തിക്കോസ്ത് അനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും കടന്നു വരട്ടെ. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ യഹോവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ
ആത്മധൈര്യം നൽകി ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ വഹിപ്പാനുള്ള കൃപ നൽകുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ തകർന്നു പോകാതെ ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നൽകുന്നുവല്ലോ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളെ തന്നെ ശോധന ചെയ്യുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകാതിരിപ്പാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഉദ്ദീപിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൗമിക ആവശ്യങ്ങളിലും ആത്മീകമായ മുന്നേറ്റത്തിലും ശക്തിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപയിലും കരുണയിലും കാക്കണമേ. നിരവധി ആവശ്യങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. യാത്രകളുണ്ട്, ജോലി സംബന്ധമായ ഇടങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്. എല്ലാം ദൈവം തമ്പുരാൻ അറിയുന്നു. ഞങ്ങളെ വഴി നടത്തി കാത്തുകൊള്ളണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ സാന്നിധ്യത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കരുണയുടെ, ശക്തിയുടെ ആത്മാവിനെ നൽകി അവിടുന്ന് പുതിയ വർഷം പ്രിയപ്പെട്ടവരെ കാത്തുകൊള്ളണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.